ലഹരി പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയോടിയ സംഭവത്തിൽ നടൻ ഷൈൻ ടോം ചാക്കോ ചോദ്യം ചെയ്യലിന് ഹാജരായി. തന്നെ ആക്രമിക്കാനെത്തിയ ഗുണ്ടകളാണെന്ന് കരുതിയാണ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയോടിയതെന്ന് ഷൈൻ. ലഹരി കച്ചവടക്കാരുമായി ബന്ധമില്ലെന്നും ഷൈൻ ടോം ചാക്കോ. പന്ന്യങ്കര ടോൾ പ്ലാസയിൽ ഓട്ടോ ടാക്സി വാഹനങ്ങൾക്ക് സൗജന്യ പാസ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട പ്രതിഷേധം ശക്തമാകുന്നു. സർവകക്ഷി യോഗത്തിലെ ധാരണകൾ പാലിക്കാൻ കരാർ കമ്പനി തയ്യാറാകുന്നില്ലെന്ന് ആക്ഷേപം. വിലങ്ങന്നൂരിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ മധ്യവയസ്കന് പരിക്ക്. പായ്ക്കണ്ടം സ്വദേശി മനോജിനാണ് പരിക്കേറ്റത്. പ്രത്യാശയുടെ സന്ദേശവുമായി ക്രൈസ്തവ വിശ്വാസികൾ നാളെ ഈസ്റ്റർ ആഘോഷിക്കും. പള്ളികളിൽ ഇന്ന് രാത്രി പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും. കടങ്ങോട് മല്ലൻകുഴി നീർത്തട പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. ഗ്രാമീണ ടൂറിസം ലക്ഷ്യമിട്ട് കടങ്ങോട് പഞ്ചായത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. നടൻ ഷൈൻ ടോം ചാക്കോയെ പോലീസ് ചോദ്യം ചെയ്യൽ തുടരുന്നു. തന്നെ ആക്രമിക്കാനെത്തിയ ഗുണ്ടകളാണെന്ന് കരുതിയാണ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയോടിയതെന്ന് ഷൈൻ പോലീസിന് മൊഴി നൽകി. തനിക്ക് സിനിമാ മേഖലയിൽ ശത്രുക്കളുണ്ടെന്നും ഷൈൻ പറഞ്ഞു. രാസലഹരിയോ നിരോധിത ലഹരിയോ താൻ ഉപയോഗിക്കാറില്ലെന്നും ഷൈൻ പറഞ്ഞു. ഡാൻസ് ഓഫിന്റെ ലഹരി പരിശോധനയ്ക്കിടെ കൊച്ചിയിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയോടിയ സംഭവത്തിൽ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലാണ് ചോദ്യം ചെയ്യുന്നത്. അച്ഛനും അഭിഭാഷകനുമൊപ്പമാണ് പോലീസ് സ്റ്റേഷനിലെത്തിയത്. 32 ചോദ്യങ്ങളാണ് പോലീസ് തയ്യാറാക്കിയിരിക്കുന്നത്. 3 ACPമാരുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ. ഷൈനിനെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കും. അതേസമയം ഹോട്ടലിൽ ഷൈനിനെ കാണാനെത്തിയവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. നഗരത്തിൽ ഷൈൻ താമസിച്ച 6 ഹോട്ടലുകളിലെ CCTV ക്യാമറകൾ പോലീസ് പരിശോധിച്ചു. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിലെ പന്ന്യങ്കര ടോൾ പ്ലാസയിൽ ഓട്ടോ ടാക്സി വാഹനങ്ങൾക്ക് സൗജന്യ പാസ് അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാകുന്നു. 7.5 മുതൽ 9.5 കിലോമീറ്റർ വരെ ദൂരത്തിൽ സൗജന്യ യാത്ര അനുവദിക്കുമെന്ന് സർവകക്ഷി യോഗത്തിൽ കരാർ കമ്പനി അധികൃതർ വ്യക്തമാക്കിയിരുന്നുവെങ്കിലും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ലെന്ന് ആക്ഷേപമുണ്ട്. നിലവിൽ സൗജന്യം അനുവദിച്ച ട്രാക്കിൽ സെൻസർ പ്രവർത്തിപ്പിച്ചു തുടങ്ങിയതോടെ പ്രദേശവാസികളുടേത് ഉൾപ്പെടെ ടോൾ തുക ഫാസ്ടാഗിലൂടെ നഷ്ടപ്പെടുമെന്ന സാഹചര്യമാണ്. രേഖകൾ ഹാജരാക്കിയവർക്ക് പോലും സൗജന്യം ലഭിക്കാത്ത സ്ഥിതിയാണ്. ഓട്ടോ ടാക്സി വാഹനങ്ങൾക്ക് സൗജന്യ യാത്ര നൽകുമെന്ന ഉറപ്പ് നൽകിയെങ്കിലും അതും പാലിക്കപ്പെട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ച് ഓട്ടോ ടാക്സി വാഹന ഉടമകൾ ടോൾ പ്ലാസയ്ക്ക് സമീപം സമരം നടത്തി. വിലങ്ങന്നൂരിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ മധ്യവയസ്കന് പരിക്കേറ്റു. പായ്ക്കണ്ടം സ്വദേശി കുഴിക്കാട്ടിൽ മനോജിനാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെയാണ് സംഭവം. പായ്ക്കണ്ടത്ത് നിന്നും വിലങ്ങന്നൂരിലേക്ക് നടന്നു വരുന്നതിനിടെയാണ് മനോജിനെ കാട്ടുപന്നി ഇടിച്ചു തെറിപ്പിച്ചത്. അതേസമയം കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലുന്നതിന് ഷൂട്ടർമാരെ അനുവദിക്കണമെന്ന് രേഖാമൂലം കത്ത് നൽകിയിട്ടും ഷൂട്ടർമാരെ അനുവദിക്കാതിരുന്ന പഞ്ചായത്ത് ഭരണസമിതി കാണിച്ച അനാസ്ഥയാണ് കാട്ടുപന്നി ആക്രമണത്തിന് ഇടയാക്കിയതെന്ന് പഞ്ചായത്ത് അംഗം ഷൈജു കുര്യൻ പറഞ്ഞു. പ്രത്യാശയുടെ സന്ദേശവുമായി ക്രൈസ്തവ വിശ്വാസികൾ നാളെ ഈസ്റ്റർ ആഘോഷിക്കും. യേശുക്രിസ്തു കുരിശിലേറിയ ശേഷം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റതിന്റെ സ്മരണ പുതുക്കലാണ് ഈസ്റ്റർ. ഈസ്റ്റർ ആഘോഷത്തോടെ 50 ദിവസം നീണ്ടുനിന്ന വലിയ നോമ്പിന് പരിസമാപ്തിയാകും. ഇന്ന് രാത്രി പള്ളികളിൽ പ്രത്യേക തിരുകർമ്മങ്ങൾ നടക്കും. തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ രാത്രി 11-ന് നടക്കുന്ന തിരുകർമ്മങ്ങൾക്ക് ആർച്ച് ബിഷപ്പ് മറാൻഡ്രൂസ് താഴത്തും വ്യാകുല മാതാവിൻ ബസിലിക്കയിൽ നടക്കുന്ന തിരുകർമ്മങ്ങൾക്ക് മാർ ടോണി നീലങ്കാവിലും ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടക്കുന്ന തിരുകർമ്മങ്ങൾക്ക് മാർ പോളി കണ്ണൂക്കടനും കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം സെന്റ് മൈക്കിൾ കത്തീഡ്രൽ ദേവാലയത്തിൽ നടക്കുന്ന തിരുകർമ്മങ്ങൾക്ക് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിലും കാർമ്മികത്വം വഹിക്കും. കടങ്ങോട് മല്ലൻകുഴി നീർത്തട പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. ഗ്രാമീണ ടൂറിസം ലക്ഷ്യമിട്ട് കടങ്ങോട് ഗ്രാമപഞ്ചായത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മഴക്കാല വിനോദസഞ്ചാര കേന്ദ്രമാണ് കടങ്ങോട് മല്ലൻകുഴി. വനത്തിനോട് ചേർന്നൊഴുകുന്ന നീർച്ചോലയും വെള്ളച്ചാട്ടവും മല്ലൻകാവും പ്രകൃതി ആസ്വാദന വിനോദസഞ്ചാരികളെയും മഴക്കാലത്തിവിടേക്ക് ആകർഷിക്കാറുണ്ട്. മല്ലൻകുഴിയിൽ മുങ്ങിക്കുളിച്ച് പിതൃബലി തർപ്പണം നടത്തുന്നതിനായി 100 കണക്കിന് ഭക്തരും മല്ലൻകാവിലെത്താറുണ്ട്. എന്നാൽ വേനൽ കനത്താൽ മല്ലൻകുഴി വറ്റി വരളും. മഴക്കാലത്ത് വെള്ളം തടഞ്ഞു നിർത്തുവാൻ സംവിധാനമില്ലാത്തതാണ് വരൾച്ചയ്ക്കിടയാക്കുന്നത്. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് ഉപയോഗിച്ചുള്ള ചീർപ്പുകളോട് കൂടിയ തടയണ നിർമ്മിക്കുവാൻ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്.
നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ 2,40,00,000 രൂപയും പഞ്ചായത്തിന്റെ തനത് ഫണ്ടായ 4,87,000 രൂപയും ചിലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വെള്ളത്തിന് വലിയ ക്ഷാമം അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏകദേശം 4 കിലോമീറ്ററോളം തോട് അതിലാവശ്യമുള്ള ഭാഗങ്ങൾ നവീകരിച്ചും 8 ഷട്ടറോട് കൂടിയിട്ടുള്ളതും ഒപ്പം തന്നെ ഒരു ചെക്ക് ഡാമോട് കൂടിയുമായിട്ടുള്ള ഒരു പദ്ധതിയാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിന്റെ നടപടികൾ ക്രമങ്ങൾ പൂർത്തീകരിച്ചത് തുടങ്ങിക്കഴിഞ്ഞു. ഈ ഭാഗത്തുള്ള കർഷകർക്കുള്ള നെൽകൃഷിക്കാർക്കുള്ള സഹായങ്ങൾ മാത്രമല്ല, ചുറ്റുവട്ടത്തുള്ള കിണറുകളിലെ വെള്ളം പറ്റാതെ കുടിവെള്ളത്തിനും അതുപോലെ തന്നെ പച്ചക്കറി കൃഷിക്കും വലിയൊരു ഉപകാരമുള്ള ഒരു പദ്ധതിയാണ് തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രകൃതി സംരക്ഷണത്തിന് ഊന്നൽ നൽകി മല്ലൻകുഴി, സീതാർത്തോട്, കരുവാൻ താഴം, മണാഴത്ത് താഴം എന്നീ തോടുകളിലൂടെ ഒഴുകുന്ന ജലം ഡാമും തടയണയും കെട്ടി സംരക്ഷിച്ച് കർഷകർക്കും ഗ്രാമീണ ടൂറിസത്തിനും ഗുണകരമാകുന്ന തരത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. മല്ലൻകുഴിയിലെ സ്വാഭാവിക വെള്ളച്ചാട്ടം നിലനിർത്തി ജലത്തിന്റെ ഒഴുക്ക് വർദ്ധിപ്പിക്കുക, വെള്ളച്ചാട്ടത്തിലെ കേടുവന്ന കെട്ട് പൊളിച്ചുമാറ്റി പുതിയ കോൺക്രീറ്റ് ചെക്ക് ഡാം നിർമ്മിക്കുക, മല്ലൻകുഴി മുതൽ 4 കിലോമീറ്റർ ദൂരം തോടുകളിൽ ആവശ്യമായ സ്ഥലങ്ങളിൽ ആഴവും വീതിയും കൂട്ടുക, 8 സ്ഥലങ്ങളിൽ തടയണ നിർമ്മിക്കുക, 1/2 കിലോമീറ്റർ ദൂരം പാർശ്വഭിത്തി നിർമ്മാണവും പദ്ധതിയിൽ ഉൾപ്പെടുന്നു. പദ്ധതി നടപ്പിലായാൽ കടങ്ങോടിന്റെ പ്രാദേശിക ടൂറിസത്തിന് മല്ലൻകുഴി വലിയ മുതൽക്കൂട്ടായി മാറുമെന്നാണ് പ്രതീക്ഷ. TCV എരുമപ്പെട്ടി. കൊടകര പേരാമ്പ്രയിൽ ദേശീയപാത സർവീസ് റോഡിലുള്ള കലുങ്ക പാലത്തിനോട് ചേർന്ന് സുരക്ഷാ ഭിത്തിയില്ലാത്തത് അപകട ഭീഷണിയാകുന്നു. പേരാമ്പ്ര പെട്രോൾ പമ്പിന് സമീപം തോടിന് കുറുകെ നിർമ്മിച്ച കലുങ്കു പാലത്തിലാണ് അപകട ഭീഷണിയുള്ളത്. സുരക്ഷാ ഭിത്തിയില്ലാതെ തോടിലേക്ക് തുറന്നിരിക്കുന്ന ഭാഗത്ത് ഷീറ്റ് കൊണ്ടുണ്ടാക്കിയ ആൾമറ ഇപ്പോൾ നശിച്ച നിലയിലാണ്. പേരാമ്പ്ര അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനാൽ സർവീസ് റോഡിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അപകട സാധ്യത കുറയ്ക്കുന്നതിനായി എത്രയും വേഗം ഇവിടെ സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. എരുമപ്പെട്ടി കോട്ടപ്പുറത്ത് നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കോട്ടപ്പുറം പാലത്തിന് സമീപം വളവിൽ ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് അപകടമുണ്ടായത്. തൃശൂർ ഭാഗത്തു നിന്ന് വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ ഇലക്ട്രിക് പോസ്റ്റ് ഒടിയുകയും കാറിന്റെ മുൻവശം തകരുകയും ചെയ്തു. എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. തിരുവല്ലാമലയിൽ കാറിടിച്ച് കാൽനട യാത്രികനായ വയോധികന് പരിക്കേറ്റു. തോഴൂർ വീട്ടിൽ 70 വയസ്സുള്ള രാജനാണ് പരിക്കേറ്റത്. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. തലയ്ക്ക് സാരമായി പരിക്കേറ്റ രാജനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. ജബൽപൂരിലും ഒറീസയുടെ വിവിധ ഭാഗങ്ങളിലും വൈദികർക്കും ക്രൈസ്തവ വിശ്വാസികൾക്കും നേരെ നടന്ന അക്രമങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കത്തോലിക്ക കോൺഗ്രസ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കുറുമാൽ സെന്റ് ജോർജ് ഇടവകയിൽ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ വികാരി ഫാദർ ഡോക്ടർ സേവ്യർ ക്രിസ്റ്റി പള്ളിക്കുന്നത്ത് ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റ് പ്രസിഡന്റ് സേവി ജേക്കബ്, ഭാരവാഹികളായ PKV ജോസ്, VT സേവി, VC ജോസ്, കുടുംബ കൂട്ടായ്മ കൺവീനർ സണ്ണി വടക്കൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഏഷ്യ കപ്പ് ബേസ്ബോൾ വുമൺസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ച് ചേർപ്പ് പെരുമ്പിളിശ്ശേരി സ്വദേശിനി PS പാർവതി. ദേശീയ മത്സരങ്ങളിൽ കേരളത്തിനു വേണ്ടി നിരവധി തവണ കളത്തിലിറങ്ങിയ ശ്രീ പാർവതി ഒട്ടേറെ മെഡലുകളും നേടിയിട്ടുണ്ട്. ദീർഘകാലമായി ചേർപ്പ് സ്പോർട്സ് അക്കാദമി താരമായി ബേസ്ബോൾ, സോഫ്റ്റ്ബോൾ പരിശീലിച്ചു വരികയാണ്. സൂരജ്, മബിത ദമ്പതികളുടെ മകളായ ശ്രീ പാർവതി തൃശൂർ സെന്റ് മേരീസ് കോളേജ് 1ാം വർഷ വിദ്യാർത്ഥിയാണ്. സഹോദരി ശ്രീലക്ഷ്മിയും ബേസ്ബോൾ, സോഫ്റ്റ്ബോൾ താരമാണ്. നിലവിൽ ശ്രീ പാർവതി പഞ്ചാബിൽ ഇന്ത്യൻ ടീമിന്റെ ക്യാമ്പിൽ പരിശീലനത്തിലാണ്. തായ്ലാന്റിലെ ബാങ്കോക്കിൽ ഈ മാസം 23 മുതൽ 29 വരെയാണ് ചാമ്പ്യൻഷിപ്പ്. ഇതിനായി തിങ്കളാഴ്ച ഇന്ത്യൻ ടീം ഡൽഹിയിൽ നിന്നും യാത്ര തിരിക്കും. പാലക്കാട് സ്വദേശിനി K കാവ്യയും കേരളത്തിൽ നിന്ന് ഇന്ത്യൻ ടീമിൽ ഇടം നേടി. അന്യം നിന്നു പോകുന്ന കൈത്തൊഴിലിന്റെ ശേഷിപ്പിനെ ഇന്നും കൈപ്പിടിയിൽ കാത്തുസൂക്ഷിക്കുകയാണ് ചാലക്കുടി എലഞ്ഞിപ്രയിലെ പോളി. നെല്ലുകുത്തി അരിയും ഉമിയും വേർതിരിക്കുന്ന കാഴ്ച പുതുതലമുറയ്ക്ക് അന്യമാണ്. നാടിന്റെ മുക്കിലും മൂലയിലും ഒരു കാലത്ത് നിറഞ്ഞു നിന്നിരുന്നു നെല്ലുകുത്തുശാലകൾ. കൊയ്തെടുത്ത നെല്ല് പുഴുങ്ങി ഉണക്കി നെല്ലുകുത്ത് കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാൻ മുൻകാലങ്ങളിൽ വൻ തിരക്കായിരുന്നു. കൃത്രിമമില്ലാത്ത ഒന്നാന്തരം അരിയും കന്നുകാലികൾക്കുള്ള തവിടുമെല്ലാം കൃത്യതയോടെ തയ്യാറാക്കുന്ന നെല്ലുകുത്തുശാലകൾ ഒരു കാലത്ത് നാടിന്റെ സംസ്കാരം കൂടിയായി. നാട്ടിൽ നെൽകൃഷി ചുരുങ്ങിയതോടെ നെല്ലുകുത്തു കേന്ദ്രങ്ങളും അതേ അവസ്ഥയിലായി.
അവശേഷിക്കുന്ന പാടശേഖരങ്ങളിലെ നെല്ല് കർഷകർ മൊത്തമായി ഏജൻസികൾക്ക് കൈമാറിയപ്പോൾ നാട്ടിലെ നെല്ലുകുത്തുശാലകൾക്ക് പ്രസക്തിയില്ലാതായി. എന്നാൽ എലിഞ്ഞിപ്ര ചൌക്ക റോഡിൽ പരമ്പരാഗത രീതിയിൽ ഇപ്പോഴും പ്രവർത്തിക്കുകയാണ് പെരേപ്പാടൻ പോളിയുടെ നെല്ലുകുത്ത് കേന്ദ്രം. നെല്ലുകുത്താൻ ആളുകൾ വരുന്നത് മാസത്തിൽ 1-2 ആണെന്ന് 76-കാരനായ പോളി പറയുന്നു. നെല്ല് തീരില്ല, എന്നാലും ഞാൻ ആ പഴയ ഇത് നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി തുറന്നുകൊണ്ട് പോണു നെല്ലുകുത്ത് പരിപാടിയൊക്കെ. ഇപ്പൊ ഒരു 57 കൊല്ലമായി ഞാൻ ഈ തൊഴിൽ കൊണ്ടു നടക്കണം. നെല്ലിനോടുള്ള ആത്മഹത്യയും ആ സ്നേഹവും ഇതുകൊണ്ടാണ് ഞാൻ നിലനിർത്തി കൊണ്ടുപോണേ. ഇപ്പൊ അവന് ഉപേക്ഷിക്കാൻ തോന്നണില്ല. പിതാവ് ദേവസിയുടെ കാലത്ത് ആരംഭിച്ചതാണ് എലിഞ്ഞിപ്രയിലെ നെല്ലുകുത്തുശാല. മകൻ പോളി പിന്നീട് ഇത് ഏറ്റെടുക്കുകയായിരുന്നു. TCV ന്യൂസ്, ചാലക്കുടി. തിരുവല്ലാമല ആക്കപ്പറമ്പ് ശ്രീ മാരിയമ്മൻ പൂജാ മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം പൂജാരി ജയറാം ഭട്ട് കൊടിയേറ്റ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഈ മാസം 24 വരെയാണ് പൂജാ മഹോത്സവം. കൊടിയേറ്റ ചടങ്ങിൽ പട്ടക്കാരൻ പി രാജൻ, ചെട്ടിക്കാരൻ കെ കൃഷ്ണൻകുട്ടി, മാരിയമ്മൻ പൂജാ മഹോത്സവ ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ, അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മായനൂർ കലംകണ്ടത്തൂർ മാതൃസമിതിയും ക്ഷേത്രക്ഷേമ സമിതിയും സംയുക്തമായി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ഏകദിന സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചു. AM പ്രഭാകരൻ നായർ, കെ രതീഷ് എന്നിവർ ക്ലാസ് നയിച്ചു. ഒറ്റപ്പാലം സത്യസായി സമിതി വളണ്ടിയർമാരായ S ഗോപകുമാർ, M മണികണ്ഠൻ, JS രാജലക്ഷ്മി, ക്ഷേത്രക്ഷേമ സമിതി സെക്രട്ടറി MP ബാലചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. വാക്കാണ് ചെയ്തിരിക്കുന്നത്. വിസ്മയ കാഴ്ചയൊരുക്കി എടത്തിരുത്തി പൈനൂരിലെ സൂര്യകാന്തി പാടം. കണ്ടും കേട്ടും ദിനംപ്രതി നിരവധി പേരാണ് നയനാനന്ദകരമായ കാഴ്ച കാണാൻ ഇവിടേക്ക് എത്തുന്നത്. പൈനൂരിലെ രവി പുത്തൻപുരയുടെ 1/2 ഏക്കറിലധികം പാടത്താണ് സൂര്യകാന്തി പൂക്കൾ മഞ്ഞപ്പട്ടണിഞ്ഞു നിൽക്കുന്നത്. പാരമ്പര്യ നെൽകർഷകനായ കുമാരൻ കടവത്താണ് പരീക്ഷണമെന്ന നിലയിൽ സൂര്യകാന്തി കൃഷി ചെയ്തത്. നെൽകൃഷി കൊയ്ത്തു കഴിഞ്ഞതിന് ശേഷമാണ് പൂക്കൃഷി കൂടി ചെയ്യണമെന്ന് കുമാരൻ തീരുമാനിച്ചത്. തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവന്ന വിത്താണ് പാകിയത്. ഒരാഴ്ച കഴിയുമ്പോഴേക്കും വിത്തുകൾ മുളച്ചു. പ്രത്യേക പരിചരണമൊന്നും നൽകിയില്ലെങ്കിലും കടുത്ത വേനലിലും ചെടികൾ പാടമാകെ നിറഞ്ഞു. പൂവിടാൻ തുടങ്ങിയതോടെ പരീക്ഷണം വിജയം കണ്ടു. ഇവിടെ ആദ്യമായിട്ട് ചെയ്യുന്നത്, ആദ്യം നെല്ല് പയറിനിടാറ്, പയറുള്ളത്. അപ്പൊ നമ്മുടെ ഒരു ചേട്ടൻ്റെ പണി, ആള് എന്നോട് പറയാണ്ടാണ് ഇതിട്ടത്, അല്ല ഞാൻ സമ്മതിക്കില്ല. എന്താ വെച്ചാൽ സൂര്യകാന്തി ഇട്ടിട്ട് നമുക്ക് കാര്യമില്ല. മുളച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഞാൻ സൂര്യകാന്തി ഇട്ട് മുളച്ചിട്ടുണ്ട്. അങ്ങനെ പൂവായി കണ്ടമാനം പേര് വരുന്നുണ്ട്. സൂര്യകാന്തി പൂക്കളുടെ സൗന്ദര്യം ആസ്വദിക്കാനും സെൽഫി എടുക്കാനും മറ്റും കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരാണ് പൈനൂരിലേക്ക് ദിവസവും എത്തുന്നത്. TCV ന്യൂസ്, കയ്പമംഗലം. 2000 രൂപയ്ക്ക് മുകളിലുള്ള UPI ഇടപാടുകൾക്ക് GST എന്ന പ്രചരണം തള്ളി കേന്ദ്ര ധനമന്ത്രാലയം. ഇക്കാര്യത്തിൽ പ്രചരിക്കുന്ന വാർത്ത പൂർണ്ണമായും വസ്തുതാവിരുദ്ധവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്ന് കേന്ദ്ര ധനമന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. നിലവിൽ സർക്കാരിന് അത്തരത്തിലൊരു ഉദ്ദേശമില്ല. UPI വഴിയുള്ള ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ധനമന്ത്രാലയം വ്യക്തമാക്കി. പെരിങ്ങോട്ടുകര ആവണങ്ങാട്ടിൽ കളരി സർവതോഭദ്രം കലാകേന്ദ്രത്തിന്റെ വാർഷിക ആഘോഷവും പുരസ്കാര സമർപ്പണവും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരെ സർവതോഭദ്രം സുവർണ മുദ്രാങ്കിത പുരസ്കാരം നൽകി ആദരിച്ചു. ഗുരു വേണുജി വിശിഷ്ടാതിഥിയായിരുന്നു. കലാരംഗത്തെ സമഗ്ര സംഭാവനകൾ നൽകിയ 8 അധ്യാപകരെ ആദരിച്ചു. ുന്നത് 800-ൽ പരം കലാവിദ്യാർത്ഥികൾക്ക് കലയുടെ അനുഗ്രഹം തികച്ചും സൗജന്യമായി നൽകി വരുന്ന ഒരു സ്ഥാപനം.
ഉള്ളഴി സെന്റ് ജോസഫ് ദേവാലയത്തിലെ കുരിശിന്റെ വഴി ഭക്തിസാന്ദ്രമായി. 36 കലാകാരന്മാർ വിവിധ വേഷങ്ങളിൽ നിശ്ചല ദൃശ്യങ്ങളിൽ പങ്കെടുത്തു. വികാരി ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി, കൈക്കാരന്മാരായ ജോഗീഷ് ജോൺ, BA ഫ്രാൻസിസ്, CT ജോജു, ജിത്തു ഫ്രാൻസിസ്, കേന്ദ്ര സമിതി പ്രസിഡന്റ് KP സെബാസ്റ്റ്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വഖഫ് ഭേദഗതി ബില്ല് ഭരണഘടനയ്ക്ക് വിരുദ്ധമെന്ന് അഡ്വക്കേറ്റ് ഷമീം അൻവരി. സമസ്ത തൃശൂർ ജില്ലാ കമ്മിറ്റി തൃശൂരിൽ സംഘടിപ്പിക്കുന്ന ബഹുജന റാലിയുടെ ജില്ലാതല പ്രചരണ ഉദ്ഘാടനം ചെറുതുരുത്തിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. SKSSF തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് സെയ്ദ് ഫായിസ് തങ്ങൾ അധ്യക്ഷനായി. മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി PA അമീർ, CPM ഏരിയ കമ്മിറ്റി അംഗം PM സുലൈമാൻ, മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ഷഹീർ ദേശമംഗലം, വൈസ് പ്രസിഡന്റ് MS മുഹമ്മദ് കുട്ടി ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു. അവിടെയാണ് ഞങ്ങൾ പറയുന്നത് അത് ഭരണഘടനയ്ക്കെതിരെയുള്ള കടന്നുകയറ്റമാണ്. ആർട്ടിക്കിൾ 25 വ്യക്തമായി പറയുന്നത് all persons are equally entitled to freedom. കരിക്ക് കച്ചവടത്തിന്റെ മറവിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയയാളെ പാവറട്ടി പോലീസ് പിടികൂടി. പെരുവല്ലൂർ കോട്ടപ്പാടം സ്വദേശി അരീക്കര വീട്ടിൽ പ്രദീപിനെയാണ് പാവറട്ടി SI അനുരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. കടവല്ലൂരിൽ റെയിൽവേ ക്രോസിന് സമീപത്ത് കരിക്ക് കച്ചവടത്തിന്റെ മറവിൽ കഞ്ചാവ് കൈവശം വെച്ച് വിൽപ്പന നടത്തിവരുന്നിരുന്നതായി രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ആർത്താറ്റ് സ്വദേശി ഫുട്ബോൾ കളിക്കിടെ കുഴഞ്ഞു വീണ് മരിച്ചു. കണ്ണങ്കാവിൽ വീട്ടിൽ 44 വയസ്സുള്ള പ്രമോദാണ് മരിച്ചത്. ടറഫിൽ ഫുട്ബോൾ കളിക്കുന്നതിനിടെ കുഴഞ്ഞു വീണതിനെ തുടർന്ന് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,945 രൂപ, പവന് 71,560 രൂപ. വെള്ളി ഗ്രാമിന് 108 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,303 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ലഹരി പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയോടിയ സംഭവത്തിൽ നടൻ ഷൈൻ ടോം ചാക്കോ ചോദ്യം ചെയ്യലിന് ഹാജരായി. തന്നെ ആക്രമിക്കാനെത്തിയ ഗുണ്ടകളാണെന്ന് കരുതിയാണ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയോടിയതെന്ന് ഷൈൻ. ലഹരി കച്ചവടക്കാരുമായി ബന്ധമില്ലെന്നും ഷൈൻ ടോം ചാക്കോ. പന്നിങ്ങര ടോൾ പ്ലാസയിൽ ഓട്ടോ ടാക്സി വാഹനങ്ങൾക്ക് സൗജന്യ പാസ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാകുന്നു. സർവകക്ഷി യോഗത്തിലെ ധാരണകൾ പാലിക്കാൻ കരാർ കമ്പനി തയ്യാറാകുന്നില്ലെന്ന് ആക്ഷേപം. വിലങ്ങന്നൂരിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ മധ്യവയസ്കന് പരിക്ക്. പായ്ക്കണ്ടം സ്വദേശി മനോജിനാണ് പരിക്കേറ്റത്. പ്രത്യാശയുടെ സന്ദേശവുമായി ക്രൈസ്തവ വിശ്വാസികൾ നാളെ ഈസ്റ്റർ ആഘോഷിക്കും. പള്ളികളിൽ ഇന്ന് രാത്രി പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും. കടങ്ങോട് മല്ലൻകുഴി നീർത്തട പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. ഗ്രാമീണ ടൂറിസം ലക്ഷ്യമിട്ട കടങ്ങോട് പഞ്ചായത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.